ഇന്നത്തെ മേജർ ഡെവലപ്മെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഫൈറ്റർ ജെറ്റ് സുഖോയ് 57 അതിലേക്കാണ് ഇന്ത്യ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇന്ത്യയിൽ തന്നെ തുടങ്ങാനും അതിൻ്റെ സോഴ്സ് കോഡ് അടക്കം ട്രാൻസ്ഫർ ചെയ്യാനുമുള്ള ആ ഒരു പ്രോജക്റ്റിലേക്ക് ഇന്ത്യ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നോക്കുന്നതായിട്ട് അതിൻ്റെ രണ്ടാം ഘട്ട ചർച്ച നടത്തി തീർത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന റഷ്യൻ ഫൈറ്റർ ജെറ്റ് തന്നെയാണ് ഇന്ത്യ കൂടുതൽ താല്പര്യത്തോടു കൂടി നോക്കി കാണുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം നിലവിലുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും, അല്ലാതെ അമേരിക്കൻ സൈഡിലേക്ക് F-35 ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു ഡീലും ഇതുവരെ സെക്കൻഡ് ലെവലിലേക്ക് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഈ സുഖോയ് 57 മാത്രമാണ് ഈ ലെവലിൽ ഡിസ്കഷനിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പിന്നെ ബ്രസീൽ നമ്മളെ തേച്ചിരിക്കുകയാണ്. ബ്രസീൽ ആകാശ് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് പ്രപ്പോസൽ വെച്ചിരുന്നു നമ്മുടെ അടുത്ത്. നമ്മളും കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നീക്കി മുന്നോട്ട് പോയതാണ്. ഇപ്പൊ ഈ ബ്രിക്സ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. പ്രൈം മിനിസ്റ്റർ മോദി ഇപ്പം നമീബിയ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെ ബ്രസീലിൽ നിന്നും നമുക്ക് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അത്ര ശുഭകരമല്ല. അത് അവരൊരു കോമ്പറ്റീറ്റർ പ്രൈസ് അന്വേഷിക്കുന്നതാണോ നമുക്കറിയത്തില്ല, ഒരു പക്ഷേ പ്രൈസ് നെഗോസിയേഷന് വേണ്ടിയിട്ടാണോ നമുക്കറിയത്തില്ല. പക്ഷേ ലോങ് റേഞ്ച് മിസൈൽ സിസ്റ്റം വേണമെന്ന് പറഞ്ഞിട്ടാണ് അവർ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോട്ടമിടുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു മിസൈൽ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യക്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. അത് ബ്രസീലിന് കുറച്ച് വൈകി മനസ്സിലാവുമായിരിക്കും. യൂറോപ്യൻസിന്റെ ആയുധങ്ങളെല്ലാം തന്നെ ഉക്രൈൻ്റെ ഉള്ളിൽ ബേസിക്കലി തന്നെ പ്രാരംഭ കാലഘട്ടത്തിൽ അവർ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അവിടുത്തെ ഒരു കപ്പാസിറ്റി, അവിടുത്തെ ഒരു എഫിഷ്യൻസി, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ബ്രസീൽ തീരുമാനമെടുത്തത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അമേരിക്കയിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ട്രംപ് ഇടപെട്ടിട്ടാണോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് എന്നുള്ള രീതിയിൽ ഒരു വല്ലാത്ത ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ലേഡി ഇന്ത്യയെ കണ്ടംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ ട്രംപിന്റെ ഈ ഒരു ഇടപെടലിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ഒരു റോങ് പ്ലേ നടത്തുന്നത് എന്നുള്ള നിലയിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള ടമി ബ്രൂസ് എന്ന് പറഞ്ഞ ലേഡിയാണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യ ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് പ്ലേ ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യയെ അത് പറയേണ്ട ആവശ്യമില്ല, കാരണം ബാക്ക് ആൻഡ് ഫോർത്ത് പ്ലേ ചെയ്യുന്നത് ട്രംപാണ്. ട്രംപ് പാകിസ്ഥാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. ഇന്ത്യ യുദ്ധം നിർത്തണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഇന്ത്യ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നാളെ തന്നെ ഇന്ത്യ അറ്റാക്കുമായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവന് ട്രംപ് പറഞ്ഞ് നിർത്തിയതായിട്ട് പറയാൻ പറ്റുമോ? ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം പറയുന്നുണ്ട്. ട്രേഡ് ഇതുവരെ നമുക്ക് ഓക്കെ ആക്കി തന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് ട്രംപ് നിർത്തിയെന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? എന്തായാലും ട്രംപ് ഇടപെട്ടില്ല എന്നുള്ളത് ഇന്ത്യ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിനിപ്പോൾ എത്ര പേര് അമേരിക്കയിൽ നിന്നും ഇങ്ങനെ കൂക്കി വിളിച്ചാലും ഇന്ത്യ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാർക്കോ റൂബിയോയും കൂടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ട്രംപിന്റെ ഇടപെടൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നെക്സ്റ്റ് ലെവലിലേക്ക് പോവാതിരിക്കാൻ സഹായകരമായി എന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു വെക്കുന്നുണ്ട്, ഈ US സ്റ്റേറ്റ് സെക്രട്ടറി. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു യുദ്ധം നിർത്തിയോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ചോദ്യം ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെ വല്ലാതെ അലട്ടുന്നുണ്ട്, ട്രംപിനെ തന്നെ. കാരണം ട്രംപ് എപ്പോഴെപ്പോഴും ഇത് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷേ അതിനൊരു വാലിഡിറ്റി കിട്ടുന്നില്ല, കാരണം ഇന്ത്യ അംഗീകരിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇന്ത്യയുടെ മേലിലും കൂടെ പ്രഷർ ഇട്ട് ഇനി ഇന്ത്യയും കൂടി ഒരു പേപ്പറൊക്കെ ഫില്ല് ചെയ്ത് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ നെതന്യാഹു പോയതുപോലെ ഇനി പ്രൈം മിനിസ്റ്റർ മോദിയും കൂടെ പോകണമായിരിക്കും. പോയിട്ട് ദിസ് ഇസ് എ ഗിഫ്റ്റ് ഫോർ യു, ഞങ്ങൾ താങ്കളെ നൊബൽ പ്രൈസിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള നിലയിൽ ഒരു ഗ്രീറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് റെഡിയാക്കി കഴിഞ്ഞാൽ ട്രംപ് വളരെ വാവ് ഐ ഡിഡ്ന്റ് നോ ദാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേപോലെ വിരുന്ന് സൽക്കാരമൊക്കെ നടത്തുമായിരിക്കും. പക്ഷെ അതിന് ഇന്ത്യ തയ്യാറല്ല. നമ്മളുടെ CDS അനിൽ ചൗഹാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ 100% ഫുൾ പ്രൂഫുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം നിലവിൽ ലോകത്ത് അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം പക്കായാണെന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഒഴിവാക്കണം. എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ടാവും. 100% ആയിട്ട് ഒരു എയർ ഡിഫൻസ് സിസ്റ്റവും അങ്ങനെ പ്രവർത്തിക്കില്ല എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. അതൊരു പുതിയ അറിവല്ല, അത് എല്ലാവർക്കും അറിയുന്നത് തന്നെ. അതായത് ഒരു SOP എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതായത് നമ്മളുടെ മിസ്റ്റേക്കുകൾ തടയാൻ വേണ്ടിയിട്ടാണ് ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു SOP കൊണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള തെറ്റുകളും ഒഴിവാക്കാൻ പറ്റും, പലതും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതേ മെത്തേഡിൽ തന്നെയാണ് എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ കണക്കാക്കേണ്ടത്. ടെറ്റുംബോ നന്ദി ടെയാത്വ നമീബിയയുടെ പ്രസിഡന്റാണ്. ഇവരെല്ലാം തന്നെ വെസ്റ്റേൺ കൺട്രികളുമായിട്ട് കൂടുതൽ സഹകരിക്കാത്ത രാജ്യങ്ങളാണ്. ഇതൊക്കെ ഈ ഗ്ലോബൽ സൗത്തിന്റെ ഭാഗമായിട്ട് പ്രൈം മിനിസ്റ്റർ മോദി ഇപ്പോൾ ഇത്തരം രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാണ്. കാരണം കൂടുതൽ ആ ഭാഗങ്ങളിലേക്ക് ട്രേഡ് എക്സ്പാൻഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ റെയർ എർത്ത് മിനറൽസും അതേപോലെ ലിഥിയം, കൊബാൾട്ട് പോലത്തെ പല രീതിയിലുള്ള ശേഖരങ്ങളും ഫുൾ മാഗ്നറ്റ് ഇതേമാതിരി നമുക്ക് പല ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള കെമിക്കൽസ് വരെ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും ഈ ആഫ്രിക്കൻ റീജിയനിൽ നിന്ന്. വളരെ സ്മൂത്ത് ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചൈനയെ പോലെയോ ഫ്രാൻസിനെ പോലെയോ അല്ലെങ്കിൽ അമേരിക്കയെ പോലെയോ യൂറോപ്പിനെ പോലെയോ അവിടെ പോയി ലൂട്ട് ചെയ്യാണ്ട് അവർക്കുള്ളത് അവർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ന്യായമായ വിലയ്ക്ക് ആ സാധനം സ്വന്തമാക്കാൻ പറ്റും.
അങ്ങനെ ഒരു ഫെയർ ട്രേഡ് ഡീല് ആ രാജ്യങ്ങളുമായിട്ടെല്ലാം സാധ്യമാണ്. ആ ഒരു ഓപ്ഷൻ, ആ ഒരു ഓപ്പർച്യൂണിറ്റി കണക്കാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഈ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ ഉടനീളം ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അപ്പം ഇപ്പം ഉള്ളത് നമീബിയയിലാണ്. ഒരു ട്വിൻ സീറ്റർ ജാഗുവാർ ഫൈറ്റർ ജെറ്റ് രാജസ്ഥാനിൽ ഇന്നലെ തകർന്നു വീണു. ഞാൻ പറയുന്നത് ഇത്ര 40-45 വർഷത്തെ പഴക്കമുള്ള ഫൈറ്റർ ജെറ്റുകളാണ് ഈ ജാഗുവാർ എന്നൊക്കെ പറയുന്നത്. അതിനെയൊക്കെ ഇപ്പോഴും ഇന്ത്യ ഉപയോഗിക്കുന്നു എന്നുള്ളത് പുറത്ത് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇത്തരം പഴഞ്ഞ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെ പോയി അതിങ്ങനെ പൊട്ടിത്തെറിച്ച് വീണ് ഇപ്പൊ 2 പൈലറ്റുമാരും ഇതിനകത്ത് കൊല്ലപ്പെട്ടു. അതാണ് മനസ്സിലാക്കേണ്ടത്. വെറും ഒരു പരീക്ഷണ പറക്കലാണ്, അല്ലാതെ ഇതൊരു കോമ്പിറ്റന്റ് ഫൈറ്റർ ജെറ്റുമായിട്ട് പോയ വിഷയങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒന്നുമല്ല. ജസ്റ്റ് പരീക്ഷണ പറക്കലാണ്. അതിലാണ് ഇപ്പൊ 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഈ രീതിയിൽ പഴഞ്ഞ സാധനങ്ങളൊക്കെ ഇന്ത്യ ഒഴിവാക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാന്റെ ഉള്ളിൽ കലാത്ത് തുർബാത്ത് എന്ന് പറഞ്ഞ 2 മേഖലകളിലുള്ള മിലിറ്ററി ഔട്ട് പോസ്റ്റുകൾ ആക്രമിച്ചിട്ടുണ്ട്. ഈ 2 മിലിറ്ററി ഔട്ട് പോസ്റ്റുകൾ ആക്രമിച്ചതിൽ 2 പോസ്റ്റുകളിലും 3 പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അങ്ങനെ 6 പേരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് BLA എന്ന് പറഞ്ഞ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ഇതിലുപരിയായിട്ട് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ പാകിസ്ഥാൻ ഇന്നലെ അഫ്ഗാനിസ്ഥാനെതിരെ ഒരു പ്രമേയം പാസ്സാക്കി അതിനെ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് നടപ്പിലാക്കിയ ഉടനെ ഞാൻ ഇന്നലത്തെ വാർത്തയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് അഫ്ഗാനിസ്ഥാനികളെ ചൊടിപ്പിക്കും. അങ്ങനെ അഫ്ഗാനിസ്ഥാനികളെ ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാണ് അവിടെ ഇറങ്ങുക? തെഹ്രിക്ക് താലിബാൻ. ആ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ കിടക്കുന്ന അഫ്ഗാൻ ഗോത്രത്തിൽപ്പെട്ട തെഹ്രിക്ക് താലിബാനിൽപ്പെട്ട ആൾക്കാർ ഇതിനുവേണ്ടി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് പാകിസ്ഥാന്റെ ഉള്ളിൽ ആ മേഖലകളിലൊക്കെ തുടരെ ആക്രമണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ്. ആ രീതിയിലുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. ബുള്ളറ്റ് ഒന്നും കാണാൻ പറ്റത്തില്ല, കാരണം അത്ര ക്ലിയർ സ്കൈ ആണ്. ആ ക്ലിയർ സ്കൈനകത്ത് ഇതൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വെടിവെപ്പ്. ആ രീതിയിൽ ഈ പല വീടുകളിൽ നിന്നുള്ള ആൾക്കാർ വീഡിയോ ഒക്കെ എടുത്ത് ട്വിറ്ററിലൊക്കെ ഇട്ടിട്ടുണ്ട്. അവരുടെ ജനലിലൂടെയൊക്കെ വീഡിയോ പിടിച്ച് ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ തെഹ്രിക്ക് താലിബാൻ വളരെ ശക്തമായിട്ട് തന്നെ പാകിസ്ഥാൻ ആർമിക്കെതിരെ ഇറങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാൻ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ പോയിട്ട് അവർ ആദ്യമായിട്ട് ചെയ്ത ഒരു പ്രമേയം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനെതിരെ ആയതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ നല്ല രീതിയിൽ പണി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്കും പ്രോക്സികളുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ പ്രോക്സിയാണ് തെഹ്രിക്ക് താലിബാൻ. അവരങ്ങ് ഇറങ്ങി അടിക്കുകയാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ. ഇനിയിപ്പോൾ ഇത് ഏത് അവസ്ഥയിൽ പോകും എന്നുള്ളത് ഇനി കണ്ടറിയണം. അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് വാർത്ത എന്ന് വെച്ചാൽ സൊമാറ്റോ അവർ ഏവിയേഷൻ മേഖലയിൽ ഇപ്പം ഇറങ്ങിയിരിക്കുകയാണ്. വൈകാതെ തന്നെ അവർ എയറോസ്പേസ് മേഖലയും കൂടി ലക്ഷ്യം വെക്കുന്നുണ്ട്. ഈ ഏവിയേഷൻ ട്രാൻസ്പോർട്ടേഷൻ സർവീസിനുപരിയായിട്ട് എയറോസ്പേസിലേക്കും കൂടി വരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യയിൽ ഏതാണ്ട് 450 എയർ സ്ട്രിപ്പുകൾ ഇന്ത്യ ഒരുക്കുന്നുണ്ട്. അതിന്റെ പദ്ധതിയുണ്ട്. ഭാവിയിൽ അത് തന്നെയാണ് സംഭവം. അത് ഓൺഗോയിങ് പ്രോജക്റ്റ് ആണ്, തുടരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും എയർപോർട്ടുകൾ എക്സ്പാൻഡ് ചെയ്യുന്നതും ഓരോ ഗ്രാമങ്ങൾക്കും കൂടി പ്രോക്സിമിറ്റി കിട്ടുന്ന രീതിയിൽ ഇന്ത്യയുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി ബൂം ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഈ സൊമാറ്റോ അതൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വരുന്നത്. ഇതൊക്കെ ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആവാം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് ഇപ്പം 150 എയർ സ്ട്രിപ്പുകൾ ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. 150 എയർ സ്ട്രിപ്പുകൾ. അപ്പൊ അത് തന്നെ വലിയൊരു ക്വാണ്ടിറ്റി ആണ്. മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 150 എയർ സ്ട്രിപ്പുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പൊ എന്നാൽ സൊമാറ്റോ ആ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരു ഡെലിവറി ഇതായിട്ട് തുടങ്ങിയ ഒരു കമ്പനി. ഇതിനകത്ത് കാനഡയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കാനഡയുടെ സോവറൈൻ വെൽത്ത് ഫണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പെൻഷൻ ഫണ്ടൊക്കെ ഇതിനകത്തുണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചൊക്കെ ഞാൻ പണ്ടേ വീഡിയോ ചെയ്തിട്ടുണ്ട്. 6-7 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ കാനഡ വെൽത്ത് ഫണ്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പൊ അതിനകത്തൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സൊമാറ്റോയിലൊക്കെ കാനഡയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതാണ്. അപ്പൊ ആ രീതിയിൽ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റും സ്റ്റേക്കും സ്വന്തമായിട്ട് വെച്ചിരിക്കുന്ന കമ്പനിയാണ് സൊമാറ്റോ. അതുകൊണ്ടാണ് അവർക്ക് ഈ മേഖലയിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രി ഒരു നിർണായക പർച്ചേസ്, ഒരു സ്റ്റേക്ക് കൊളംബോ ഷിപ്പ് ബിൽഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ 52% സ്റ്റേക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ്. 52% എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസയല്ല കേട്ടോ. ഏതാണ്ട് $52.96 മില്യൺ വരും ആ ഒരു $. നോക്കിക്കഴിഞ്ഞാൽ ഇത്ര എമൗണ്ടിന്റെ സ്റ്റേക്ക് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമില്ല, ഷിപ്പ് ബിൽഡിങ്ങിലും അതേപോലെ റിപ്പയറിംഗിലും ഇതിലെല്ലാം തന്നെ കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ടാണ്, അതിലേക്കുള്ള വരുമാനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, ആ റവന്യൂ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രി ഈ പദ്ധതിയിലോട്ട് പൈസ മുടക്കിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.